ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ പൊതുവെ സംസാരിക്കുന്ന ടോപ്പിക്കല്ല, പക്ഷേ ഈ ടോപ്പിക്കിനെ പറ്റി എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, സോ ഞാനിപ്പോൾ ഒരാളത് പറയാം, എനിക്ക് ആനിമയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ അതുപോലെ എന്താ പറയുക വെച്ചാൽ ഒന്നല്ലെങ്കിൽ അതുപോലെ അത് കാണൂല പറയും, അല്ലെങ്കിൽ പറയും അത് കാർട്ടൂൺ അല്ലേ. ആണോ? ശരിക്കും കാർട്ടൂൺ ആണോ? കംപ്ലീറ്റ്ലി ഞാൻ അവളെ കുറ്റം പറയില്ല. പക്ഷേ ഇതിപ്പോൾ ആദ്യമായിട്ട് ഒരാൾ കാണുകയാണെങ്കിൽ ഓലും വിചാരിക്കും ഇത് കാർട്ടൂൺ അല്ലേ. ബട്ട് അല്ല. ഞാൻ നിങ്ങൾക്ക് ആനിമിനെ വെച്ച് പറഞ്ഞുതരാൻ വിചാരിച്ചു. ഐ നോ എ ലോട്ട് ഓഫ് പീപ്പിൾ നോ അബൌട്ട് ദിസ്, ബട്ട് ഞാൻ വിചാരിച്ചു കുറേ ആൾക്കാരൊക്കെ ഇപ്പോഴും ആനിമ എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആനിമ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ കാണണം. അങ്ങനെയാണ് ഞാൻ എൻ്റെ കുറച്ച് റെക്കമെൻഡേഷൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറഞ്ഞുതരാം. ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും എന്തുകൊണ്ടാണ് ചില ആൾക്കാർക്ക് ഈ ആനിമയോട് ഇത്ര അറ്റാച്ച്മെൻറ്റ്, അതുപോലെ തന്നെ അവർക്ക് അത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആനിമെ? ആനിമെ എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ ആനിമേറ്റഡ് ആയിട്ടുള്ള മൂവീസ്, സീരീസ്, അതുപോലെ തന്നെ അങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന പേരാണ് ആനിമെ. ജാപ്പനീസിൽ ആനിമെ എന്ന് പറഞ്ഞാൽ ആനിമേഷൻ തന്നെ അർത്ഥമുള്ളൂ കേട്ടോ. പക്ഷെ പുറത്തുള്ള ആൾക്കാർ, അതായത് ജപ്പാൻ്റെ പുറത്തുള്ള ആൾക്കാർ കൂടുതലും ജാപ്പനീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മൂവീസ് ആൻഡ് സീരീസിനാണ് ആനിമെ എന്ന് പറയുന്നത്. ബട്ട് ഇതിലൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. കുറേ ആൾക്കാർ വിചാരിച്ചത് ആനിമേഷൻ കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. ആണോ? അല്ലല്ലോ. ആനിമേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ജസ്റ്റ് എ വേ ഓഫ് ടെല്ലിങ് എ സ്റ്റോറി. അതൊരു മീഡിയം മാത്രമാണ്. നമ്മളിപ്പോൾ സിനിമ കാണൂലേ, മൂവീസ്, അതുപോലെ തന്നെ TV ഷോസ്, അതുപോലെ തന്നെ നമുക്കറിയാം എല്ലാ സിനിമയും എല്ലാ ആൾക്കാർക്കുള്ളതാണോ? അല്ല. നമുക്ക് കുട്ടികൾക്കായിട്ടുള്ള സിനിമ വേറെ ഉണ്ട്, ടീനേജേഴ്സിനുള്ള സിനിമ വേറെ ഉണ്ട്. അതുപോലെ തന്നെയാണ് ആനിമയും. നമ്മളിപ്പോൾ ടീനേജേഴ്സിനുള്ള ഒരു ആനിമേസ് ഉണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് മാത്രമുള്ള ആനിമേസ് ഉണ്ട്. സോ ഈ ആനിമേഷൻ ഒരു ആനിമി കുട്ടികൾക്ക് മാത്രമുള്ളതാണോ? അല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിരുന്നു ഈ ആനിമ കാണുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇവരിങ്ങനെ ഇത്ര ഡൈ ഹാർഡ് ഫാനായി പോണത് എന്നുള്ളത്? ഞാൻ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് കാര്യമാണ് സ്റ്റോറി ടെല്ലിങ്. ഈ ആനിമയിലൂടെ നമ്മൾ സ്റ്റോറി ആ കഥ നമ്മൾ കാണുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് നമ്മളെ ടച്ച് ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ക്യാരക്ടറിൻ്റെ ഓരോരോ സ്ട്രഗിൾസും ഓരോ അച്ചീവ്മെൻറ്റ്സും ആ ഫെയിലിയറും അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ആ സ്റ്റോറി പോവുക. അതുപോലെ തന്നെ അറ്റ് ദി എൻഡ് ആവുന്ന സമയത്ത് നമുക്ക് ആ ക്യാരക്ടറായിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആവും. അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സ്പാർക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. രണ്ടാമത്തെ കാര്യമാണ് ഇമോഷൻസ്. ഞാൻ സത്യം പറയട്ടെ, ഈ ആനിമയിൽ ഇമോഷൻസ് കൺവേ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അത്രക്കും രസമാണ്. ഒരു മൂവിയും അതുപോലെ തന്നെ ഒരു ആനിമി മൂവിയും കൂടി എടുക്കുക. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഇമോഷൻസ് ഏറ്റവും കൂടുതൽ നമുക്ക് കൺവേ ആയിട്ട് തോന്നുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഐ വുഡ് ഡെഫിനറ്റ്ലി ചൂസ് ആനിമെ. കാരണം എന്താ വെച്ചാൽ ആ ക്യാരക്ടർ ഇമോഷൻസ് കൺവേ ചെയ്യണത് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. അതിനർത്ഥം മൂവീസിൽ ഇമോഷൻസ് കൺവേ ചെയ്യണം മോശമെന്നല്ല, ബട്ട് സ്റ്റിൽ ദർ ഗോണ ബി എ ലിമിറ്റ്. നമ്മളിപ്പോൾ എത്രയൊക്കെ പറഞ്ഞാലും അതിൽ ചെറിയൊരു ലിമിറ്റ് ഉണ്ടാവും ഒരു ഇമോഷൻസ് കൺവേ ചെയ്യുന്ന കാര്യത്തിൽ. ബിക്കോസ് അത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇമോഷൻസ് കൺവേ ചെയ്യുമ്പോൾ അത് നമുക്ക് എഫക്റ്റ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. അത്രക്കും അടിപൊളിയാണ്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. മൂന്നാമത്തെ കാര്യമാണ് ഈ ആനിമയിലുള്ള ആനിമേഷൻസ്. ഈ പെയിൻറ്റിങ്ങില്ലേ, നമ്മൾ ഈ പെയിൻറ്റിങ് ഇങ്ങനെ അനങ്ങണ പോലെയൊക്കെ തോന്നും. എനിക്കങ്ങനെ ഉണ്ടാവും. കൂടുതൽ ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ആനിമ കണ്ട സമയത്ത് തോന്നിയത് അത്രക്കും അടിപൊളിയാണ്. അതിൽ ലാൻഡ്സ്കേപ്സ്, മഴ പെയ്യണത്, സൺറൈസ്, അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ്, ഇൻക്രെഡിബിൾ. എനിക്കൊന്നും പറയാനില്ല. അത്രക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. എനിക്കൊന്നും പറയാനില്ല. അത്രക്കും അടിപൊളിയാണ് ആനിമേഷൻസ്. അതിൽ ഞാൻ മോശമായിട്ട് പറയില്ല. ഫൈറ്റ് സീൻസ് നിങ്ങൾക്ക് വേണം ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കാം. എൻ്റെ ഫേവറേറ്റ് ഫൈറ്റ് സീൻ ഏതാണെന്ന് വെച്ചാൽ ഡീമൺ സ്ലേയറും അക്കാസും റെങ്കോക്കും എന്ന 2 ക്യാരക്ടേഴ്സ് തമ്മിലൊരു ഫൈറ്റ് സീനുണ്ട്. പീക്ക്. നാലാമത്തെ കാര്യമാണ് ഈ ആനിമയിലെ മ്യൂസിക്. ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ സൂസുമ എന്ന് പറഞ്ഞൊരു മൂവിയിൽ അതിൻ്റെ ഓപ്പണിങ് സോങ്. എനിക്കൊന്നും പറയാനില്ല. അത് കേൾക്കുമ്പോൾ തന്നെ അല്ലേ ഞാൻ എവിടെത്തും, ഞാൻ ആ കപ്പലിലെത്തും. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എനിക്കറിയില്ല, എനിക്ക് ആ മ്യൂസിക് കേൾക്കുമ്പോൾ ഞാൻ ആ കപ്പലിലെത്തിണ്ടാവും. അതെന്നും നമ്മളെ മനസ്സിലിങ്ങനെ നിൽക്കും. അവരുടെ ഓപ്പണിംഗ് സോങ് ആയിട്ട് ക്ലോസിങ് സോങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഉണ്ടാവും. എന്ത് അടിപൊളിയാണ്. അതെന്നും നമുക്കൊരു മെമ്മറി ആയിട്ട് നിൽക്കും. നമ്മളിപ്പോൾ പുറത്തുനിന്ന് പോലും ഈ ഒരു മ്യൂസിക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഈ ഓരോരോ വിഷ്വൽസ് ഓർമ്മയാവും. അത്രക്കും രസമാണ്. ഇതൊന്നുമല്ല ദി ബെസ്റ്റ് പാർട്ട്. ഏതൊരു ആനിമ എടുത്ത് നോക്കിയാലും അതിൽ നിങ്ങളൊരു ലൈഫ് ലെസൺ പഠിച്ചിട്ടുണ്ടാവും. ട്രസ്റ്റ് മീ. അത് ചിലപ്പോൾ കറേജിനെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ കൈൻഡ്നെസ്സിനെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ പെർസ്പെക്റ്റീവ്, നമ്മളെ പോയിന്റ് ഓഫ് വ്യൂവിനെ പറ്റിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതൊരു മോട്ടിവേഷൻ ആയിരിക്കാം. പക്ഷെ എൻ്റെ ഫേവറേറ്റ് എന്താ വെച്ചാൽ ഈ വീക്ക് ആയിട്ടുള്ള ക്യാരക്ടറാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലൈഫിൽ ഒന്നും ആയിത്തീരില്ലെന്ന് വിചാരിക്കുമല്ലോ. അതങ്ങനെയൊന്നുമല്ല. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആയിത്തീരും. അങ്ങനത്തെ ഒരുപാട് ലൈഫ് ലെസൺസും അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ആനിമയിലൂടെ പഠിക്കും. കുറേ ആൾക്കാരെ തെറ്റിദ്ധാരണയാണ് ഈ ആനിമ എന്ന് പറയുന്നത് ഏതാണ്ട് എല്ലാതും ഒരുപോലെയാണ്. അങ്ങനെയല്ല കേട്ടോ.
നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളുണ്ട്. ഇപ്പം നിങ്ങൾക്ക് റൊമാൻസ് ആണ് ഇഷ്ടമെങ്കിൽ റൊമാൻസ് ഉണ്ട്, ഹൊറർ ആണെങ്കിൽ ഹൊറർ ഉണ്ട്, സയൻസ് ഫിക്ഷൻ ആണെങ്കിൽ അങ്ങനെ ഉണ്ട്, പിന്നെ മാനിപ്പുലേഷൻ ഉണ്ടോ? ഉണ്ടാവും. സൈക്കോളജിക്കൽ ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ ഫാൻറ്റസി ഉണ്ട്, ആക്ഷൻ ഉണ്ട്, യാ അങ്ങനത്തെ ഒരുപാടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുറച്ച് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമീസ് റെക്കമെൻഡ് ചെയ്യാം. ഇത് ഞാൻ നിങ്ങളോട് കാണാൻ പറയും, കാരണം നിങ്ങൾ കാണണം കേട്ടോ. ഞാൻ ചോദിക്കുന്ന ആൾക്കാർ ആരും ഇങ്ങനത്തെ ആനിമ ഒന്നും കാണാറില്ല. സോ അറ്റ്ലീസ്റ്റ് യു ഗൈസ് നിങ്ങൾ എന്തെങ്കിലും കാണണം. ഞങ്ങളോട് എല്ലാം കണ്ടു നോക്കാൻ പറയല്ല, പക്ഷെ ഞാൻ ഈ പറയാൻ പോണത് എല്ലാതും അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് കണ്ടു തുടങ്ങാം. യാ ഓക്കെ. സോ ദ ഫസ്റ്റ് സീരീസ് ആണ്. നിങ്ങൾ സീരീസ് ആണെന്ന് വിചാരിച്ചു ഒരുപാട് എപ്പിസോഡ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കാണാതിരിക്കരുത്. ഐ വുഡ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് യു ടു വാച്ച് ഡീമൺ സ്ലെയർ. സോ ഗുഡ്. അത് നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ അതിൻ്റെ ആനിമേഷൻസ് അടിപൊളിയാണ്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ്, സ്റ്റോറി അടിപൊളിയാണ്, എല്ലാത്തും അടിപൊളിയാണ്. സോ അത് ആദ്യം കാണുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് പെട്ടെന്ന് ആനിമയിലോട്ട് ഒരു ഇഷ്ടം വരും. സോ ആദ്യം നിങ്ങൾക്കത് കാണാം. സോ രണ്ടാമത് ഞാൻ പറയാൻ പോണതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ട ആനിമി സീരീസ്. ഇറ്റ്സ് കോൾഡ് ഡെത്ത് നോട്ട്. ഇതിനെ പറ്റിയിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഫസ്റ്റത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾ കണ്ടാൽ മതി. ബാക്കി 36 എപ്പിസോഡ് നിങ്ങൾ ഒറ്റയിരുപ്പിന് കാണും. മൂന്നാമത്തതാണ് അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഈ സീരീസിൽ ഗോട്ട് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഗെയിം ഓഫ് ത്രോൺസ് ആണ് കേട്ടിരിക്കണം. അതുപോലെ തന്നെ ആനിമിയിലെ ഗോട്ട് അറ്റാക്ക് ഓൺ ടൈറ്റൻ ആണെന്ന് കുറേ ആൾക്കാർ പറഞ്ഞു കേട്ടിരിക്കണം. അതിന് അനുകൂലിച്ചിട്ടും അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. ബട്ട് അറ്റാക്ക് ഓൺ ടൈറ്റൻ ഞാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടും കാണാതെ വെച്ച ഒരു ആനിമയായിരുന്നു അറ്റാക്ക് ഓൺ ടൈറ്റൻ. ഞാൻ അറ്റാക്ക് ഓൺ ടൈറ്റൻ കാണുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 2023-4 ആണ് അടുത്താണ് ഞാൻ കണ്ടത്. അതൊരു റീസൺ എന്താ വെച്ചാൽ എനിക്കതിന് ആനിമേഷൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഫസ്റ്റ് സീസൺ ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതിൽ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പം എനിക്കതിന് ആനിമേഷൻ ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെ ഞാനത് കാണണ്ടെന്ന് വെച്ച്. അങ്ങനെ അതിൻ്റെ ലാസ്റ്റ് പാർട്ട്, സീസൺ 4 ലാസ്റ്റ് പാർട്ട് എന്ത് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ച് അത് കാണാമെന്ന്. അങ്ങനെ ഞാൻ ഒരു ദിവസം വെറുതെ ഇരുന്ന ഒരു എപ്പിസോഡ് കണ്ടതാണ്. 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഞാനത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത്. അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് അത്രമാത്രം അടിപൊളിയാണ്. ഫസ്റ്റത്തെ സീസണിൽ ആനിമേഷൻ കുറച്ചൊരു നമുക്കൊരു ഇത് അടിക്കും, ബട്ട് അത് ഇതാക്കണ്ട, കാരണം പിന്നെ അങ്ങോട്ട് അടിപൊളിയാണ് വരാൻ പോണത്. നാലാമത്തതാണ്, നിങ്ങളിപ്പോൾ സ്പോർട്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ എന്തായാലും കാണണം. പ്രത്യേകിച്ച് വോളിബോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഐ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് യു ടു വാച്ച് ഹൈക്യൂ. ഇതിലാണ് ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ കാണിക്കണത്. ലൈക്ക് എനിക്കതിലൊന്നും പറയാനില്ല, അത്രക്കും അടിപൊളി. അതുപോലെ തന്നെ എനിക്ക് വേറൊരു ഇങ്ങനത്തെ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ഉള്ള ഒരു ആനിമയുണ്ട്, ബ്ലൂ ലോക്ക്. അടിപൊളിയാണ്. ലൈക്ക് ഈ ബ്ലൂ ലോക്ക് കണ്ട ഒരാളില്ലേ, ഈ റീസെൻ്റ്ലി നടന്ന വേൾഡ് കപ്പ്, ജപ്പാൻ്റെ വേൾഡ് കപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ബ്ലൂ ലോക്ക് പോലത്തെ എന്തെങ്കിലും പരിപാടി ഓരോ നാട്ടിൽ ചെയ്യുന്നുണ്ടോ നമുക്ക് തോന്നിപ്പോവും. ലൈക്ക് പറയണോ, ഈ വേൾഡ് കപ്പിൽ ജപ്പാൻ്റെ കളി അടിപൊളിയായിരുന്നു. ഞാനൊരു പോർച്ചുഗൽ ഫാനാണ് കേട്ടോ. ഞാൻ റൊണാൾഡോ ഇല്ലപ്പോൾ മാത്രമേ പോർച്ചുഗൽ ഫാനുള്ളൂ. ഇനിയിപ്പോൾ റൊണാൾഡോ റിട്ടയർഡ് ആയ ഏത് ടീം എടുക്കും നോക്കിയാൽ അറിയില്ല. മേ ബി അടുത്ത തവണ ഇന്ത്യ വരാണെങ്കിൽ ഇന്ത്യയിലോട്ട് മാറാം. ടേക്ക് ഇറ്റ് ആസ് എ ഫൺ ഗൈസ്. നിങ്ങൾ ആദ്യമായിട്ട് ഈ ആനിമയെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് കാണാൻ ഞാൻ പറയും. അതാണ് യുവർ നെയിം. അതൊരു ആക്ച്വലി റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ആനിമയാണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുകയാണ്. ഒരു 2 വട്ടം കണ്ടാലേ ഞങ്ങൾക്ക് ആ കഥ മനസ്സിലാവുള്ളൂ. ഞാൻ ആദ്യം കണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല. രണ്ടാമത്തെ വട്ടം ഞാൻ കണ്ടപ്പോഴാണ് ഇതിങ്ങനെയാണല്ലേ കഥ എന്നുള്ള, ലൈക്ക് സ്റ്റോറി ഇങ്ങനെയാണെന്നുള്ളത് എനിക്ക് പിന്നെ മനസ്സിലായത്. സോ യുവർ നെയിം ഞാൻ കണ്ടു കഴിഞ്ഞ് ഒരു 2-3 ദിവസമല്ല, ഒരു 2 ദിവസം എനിക്ക് അതിൻ്റെ ഹാങ് ഓവർ ഉണ്ട് എൻ്റെ തലയിൽ. ഞാൻ ആ സ്റ്റോറി ആ ക്യാരക്ടറിൻ്റെ ഇടയിലായിരുന്നു ഒരു 2 ദിവസം. സത്യമായിട്ട് കേട്ടോ, ഞാൻ വെറുതെ കള്ളം പറയില്ല, സത്യമായിട്ട് 2 ദിവസം ഞാൻ ഇടയിലായിരുന്നു. ഞാൻ അങ്ങോട്ട് കാണാൻ പറയുന്ന ഒരു മൂവിയാണ് വെതറിങ് വിത്ത് യു. എനിക്കില്ലേ പേഴ്സണലി കുറേ ആൾക്കാർക്ക് യുവർ നെയിം ആണ് കുറച്ചുകൂടി ഇഷ്ടം, പക്ഷെ എനിക്കിഷ്ടം വെതറിങ് വിത്ത് യു ആണ്. അത് കുറച്ചുകൂടെ ഇല്ലേ അത് കുറച്ചുകൂടെ ഒരു അടിപൊളിയാണ്. മേ ബി സ്റ്റോറി ലൈനൊക്കെ വെച്ച് നോക്കുമ്പോൾ യുവർ നെയിം ആയിരിക്കും കുറേ ആൾക്കാർക്ക് ഇഷ്ടമാവുക, പക്ഷേ എനിക്ക് വെതറിങ് വിത്ത് യു ആണ് ഇഷ്ടം. ഐ ഡോണ്ട് നോ വൈ, എനിക്ക് വെതറിങ് വിത്ത് യു ആണ് ഇഷ്ടം. ഈ 2 മൂവീസും ആക്ച്വലി മക്കോട്ടോ ഷിൻകായിൻ്റെതാണ്. അതേപോലെ തന്നെ ഇയാളുടെ വേറൊരു മൂവി കൂടെ ഉണ്ട്, സൂസുമൻ. ഇതും അടിപൊളിയാണ്. സൂസുമേൻ്റെ സ്റ്റോറി എങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെൻറ്റ് ഫ്രം വെതറിങ് വിത്ത് യു ആൻഡ് യുവർ നെയിം, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ ഗുഡ്. ആനിമേഷൻ ആയാലും മ്യൂസിക്, ഓപ്പണിംഗ് മ്യൂസിക്കൊക്കെ അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു മ്യൂസിക്. മൂവീസ് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ഉണ്ട്. ഞാൻ ഈ ലൈക്ക് ഒരു മൂവി ഉണ്ട്, ഐ വാണ്ട് ടു ഈറ്റ് യുവർ പാൻക്രീസ്. ഞാൻ എൻ്റെ ലൈഫിൽ ഒറ്റ മൂവി കണ്ടിട്ടുള്ളൂ, പിന്നെ അത് കാണാനുള്ള ഒരു ഇതെനിക്ക് വന്നിട്ടില്ല. ഞാൻ ഒറ്റ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഫണ്ണി ആക്ഷൻ ത്രില്ലർ ഒരു അങ്ങനത്തതാണ് ഇഷ്ടമുണ്ടെങ്കിൽ, ഞാൻ ഈ അടുത്ത കാലത്ത് ഇഷ്ടപ്പെട്ട ഒരു ആനിമയിൽ
ടോപ്പിൽ നിൽക്കുന്ന ഒരു ആനിമയാണ് സ്പൈ ആൻഡ് ഫാമിലി. ഞാൻ പറയട്ടെ, ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ ഫേവറേറ്റ് ആനിമേൻ്റെ ലിസ്റ്റിൽ വരുന്നതാണെന്ന്. അതുപോലെ തന്നെ റീസെൻ്റ്ലി മറ്റേ നെറ്റ്ഫ്ലിക്സിലൊരു ആനിമേ ഇറങ്ങിയിരുന്നു, എന്തേനു വിച്ച് അറ്റഡ് ഹാറ്റോ, അങ്ങനെ എന്തോ ഒരു പേര് പറയണത്, വിച്ച് എന്ന് വെച്ചിട്ട് തുടങ്ങണത്, വിച്ച് അറ്റണി ഹാറ്റോ, എനിക്ക് ഓർമ്മയില്ല അതിൻ്റെ പേര്, ഞങ്ങളുടെ ഇടയിൽ കൊടുക്കാം. അതും അടിപൊളിയാണ്. അതുപോലെ തന്നെ ജുജുട്സു കൈസൻ, പിന്നെ റീസെൻ്റ്ലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആനിമയാണ് സോളോ ലെവലിംഗ്. ഇതൊരു മാൻഹയാണ്. മാൻഹ എന്ന് പറയുമ്പോൾ നമ്മൾ സൗത്ത് കൊറിയൻ മാങ്ക പോലത്തെ സംഭവത്തിലാണ് മാൻഹ എന്ന് പറയുന്നത്. ഞാനതിൻ്റെ ഫുൾ ചാപ്റ്റർ വായിച്ചത് കേട്ടോ. അതിന് സീസൺ 2 വരാൻ പോകും. സീസൺ 2 എത്രയോ ഏതോ ഒന്ന് വരാൻ പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള ആനിമീസ് ആണ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൊറിമിയ കാണാം. അതുപോലെ തന്നെ ഫ്രൂട്ട് ബാസ്ക്കറ്റ് കാണാം. അപ്പം നിങ്ങൾക്ക് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളതാണ് ഇഷ്ടമെങ്കിൽ വയലറ്റ് എവർ ഗാർഡൻ കാണാം. ഞാൻ കുറച്ചില്ലേ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്തിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തുതരാം നിങ്ങൾക്ക് കാണാനുള്ളത് ഓരോരുത്തർ. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. ബൈ. ഞാൻ കുറേ കാലമായി ലോങ് വീഡിയോ ഇടാൻ പറയണു, അവിടെ ഞാൻ ഇടുന്നില്ല. ഒന്നാമത്തെ കാര്യം, എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പം വീഡിയോ എടുക്കാനൊക്കെ. എന്താ അറിയില്ല, മടി മാറ്റണം. എന്താ അറിയില്ല, ലോങ് വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് ഇപ്പം. ഞാനിങ്ങനെ ഓരോരോ ന്യായങ്ങൾ പറയുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. ഐ നോ നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനി അങ്ങോട്ട് ഇടണം, ഇട്ടേ പറ്റൂ. പറഞ്ഞതിൽ ഏതും നിങ്ങൾക്ക് എന്നെ വിശ്വസിച്ച് കണ്ടു തുടങ്ങും. കാരണം അത്രക്കും അടിപൊളിയാണ് പറഞ്ഞത് എല്ലതും. സോ ദാറ്റ്സ് ഫോർ ടുഡേ. ബൈ.